വളർത്തു നായ്ക്കൾക്ക് അവരുടെ ഉടമകളോടുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള ഒരുപാട് അനുഭവങ്ങൾ പലർക്കും ഉണ്ടാകും, കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെ മനുഷ്യനെ സ്നേഹിക്കാൻ മറ്റൊരു മൃഗത്തിന് കഴിയുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം. ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ ഇങ്ങനെ സ്നേഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ച പറയാൻ പോവുകയാണ്. പിറ്റ്ബുൾ എന്ന ഇനത്തിൽപ്പെട്ട ഒരു നായ. അതിൻ്റെ യജമാനൻ ജീവൻ നഷ്ടമായി കിടക്കുകയാണ്. പക്ഷെ അവൻ വിട്ടുപോകാൻ തയ്യാറാകുന്നില്ല. കാരണം അവൻ്റെ പ്രിയപ്പെട്ട ആളാണ്. ഭക്ഷണം പോലും കഴിക്കാതെ കടുത്ത തണുപ്പിനെയും അവഗണിച്ച് ദിവസങ്ങളോളം തൻ്റെ പ്രിയപ്പെട്ട യജമാൻ്റെ മൃതദേഹത്തിനരികിൽ അവനങ്ങനെ കാത്തുനിന്നു. കാണാം ആ കാഴ്ച. चल माड़ा खींच पड़ा रुकिए मजे में। ठीक है ना, ठीक है। कौन है हमारे साथ? कोई अली कौन है? भाई कौन है? को बांध देते അനഘ പ്രകാശ് പറയും ആ കാഴ്ചയുടെ പിന്നിലെ കഥ എന്താണെന്ന്. അനഘ, ഇത് എവിടെയാണ് സംഭവിച്ചത്? ട്രക്കിങ്ങിനിടയിൽ വല്ലതും മരണം സംഭവിച്ചതാണോ? എങ്ങനെയായിരുന്നു? ദിവിഷ്, ഹിമാചൽ പ്രദേശിലാണ് ഈ സംഭവം. ഹിമാചൽ പ്രദേശിലെ ചമ്പ എന്ന് പറയുന്ന ജില്ലയിലാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ നമുക്കറിയാം ഇപ്പോൾ അതിശൈത്യവും കനത്ത മഞ്ഞുവീഴ്ചയും ഒക്കെ ഇപ്പോഴും തുടരുന്ന സ്ഥലമാണ്. അവിടെ ഈ നായയുടെ ഉടമസ്ഥൻ്റെ പേര് പീയൂഷ് എന്നാണ്. പീയൂഷിൻ്റെ ഒരു ബന്ധുവായ യുവാവും കൂടി ഒരുപക്ഷെ മഞ്ഞുവീഴ്ചയുടെ ദൃശ്യം പകർത്താൻ പോയതായിരിക്കണം. വീഡിയോ പകർത്തുന്നതിനിടയ്ക്ക് ഇതിനിടയ്ക്ക് കുടുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അവർക്ക് അവിടെ നിന്ന് കയറി വരാൻ പറ്റുന്നില്ല. അറിയാലോ, അതിശൈത്യമാണ്, കനത്ത മഞ്ഞാണ്. അവർക്ക് രണ്ടുപേർക്കും ജീവൻ നഷ്ടമാകുന്നു അവിടെ വെച്ച് തന്നെ. അപ്പോൾ ഇവരെ അന്വേഷിച്ച രക്ഷാസേനയും അതുപോലെ തന്നെ മറ്റ് അപകടങ്ങളൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ടാവില്ല. രക്ഷാസേനയും നാട്ടുകാരും ഇവരെ പറ്റി അറിയിപ്പ് ലഭിക്കാത്തതിനെ തുടർച്ചയായി നടത്തുന്ന തിരച്ചിലിനൊടുവിൽ 4 ദിവസത്തിന് ശേഷമാണ് ഇവരെ കണ്ടെത്തുന്നത്. ഇവർ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഇവരുടെ 2 പേരുടെയും മൃതദേഹമുണ്ട്. അതിൽ തന്നെ പീയൂഷിൻ്റെ മൃതദേഹത്തിനടുത്ത് പീയൂഷിൻ്റെ നായ, അത് പിറ്റ്ബുൾ ഇനത്തിൽപ്പെട്ട നായയാണ്. അത് അനങ്ങാതെ, ഈ കൊടും തണുപ്പിൽ അനങ്ങാതെ അവിടെ ഈ യജമാനൻ്റെ മൃതദേഹത്തിന് അരികിൽ കാവലിരിക്കുന്ന കാഴ്ചയാണ് അവർ കാണുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പോലും ആരുടെയും ഈറനണിയിക്കുന്ന കാഴ്ചയാണ്. കാരണം ഒരു മനുഷ്യനോ മൃഗമോ എന്തോ ആകട്ടെ, അത് ഇത്ര കടുത്ത മഞ്ഞ് സഹിച്ചുകൊണ്ട് എങ്ങനെയാണ് കുറച്ച് മണിക്കൂറുകൾ പോലും എങ്ങനെയാണ് അത് അതിജീവിക്കുക എന്നുള്ളത് നമുക്ക് സംശയം തോന്നിപ്പോകില്ല. അപ്പോൾ ഈ നായ ഒരുപക്ഷെ മനുഷ്യന്മാർ പോലും ഇത്ര സഹിച്ച് അവിടെ ആർക്കെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അവർക്ക് തുടരാൻ കഴിയുമോ എന്നുള്ളത്. അപ്പോൾ മാനസികമായ വിഷമം ഉണ്ടായാൽ പോലും നമ്മുടെ ശാരീരികമായി നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടാവാം. അത്രയും കനത്ത മഞ്ഞ് വീഴ്ചയ്ക്ക് നമുക്ക് ആർക്കും സർവൈവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ നായ 4 ദിവസം തുടർച്ചയായി അതിനടുത്തുനിന്ന് അനങ്ങുക പോലും ചെയ്യാതെ, ഭക്ഷണം കഴിക്കാതെ, അത് അനങ്ങാതെ ആ യജമാനൻ്റെ മൃതദേഹത്തിനടുത്ത് കാവലിൽ നിൽക്കുകയായിരുന്നു. ഈവൻ ഈ രക്ഷാസേന അവിടെ അടുത്തെത്തുമ്പോൾ പോലും ഈ നായ അപായപ്പെടുത്താനാണ് എന്ന് മനസ്സിലാക്കി ആദ്യം കുരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവരാരെയും ഈ മൃതദേഹത്തിന് അടുത്തോട്ട് അടുപ്പിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ സമയമെടുത്ത് നായയെ സമാധാനിപ്പിച്ചാണ് ഇവർ നായയെ മാറ്റിയ ശേഷമാണ് മൃതദേഹങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത്. വളർത്തു നായ്ക്ക കൂടുതൽ ഉള്ള ആളുകൾ അല്ലേ, നായ്ക്കളെ വളർത്തുന്ന ആളുകൾക്ക് കുറച്ചുകൂടി വല്ലാതെ ഹൃദയത്തിൽ വേദനിപ്പിക്കുന്ന ഒരു അനുഭവമായിരിക്കും.
4 ദിവസമൊക്കെ ഇങ്ങനെ യജമാനൻ്റെ മൃതദേഹത്തിനരികിൽ ഒരു നായ കാത്തു നിൽക്കുക എന്ന്. എന്തായാലും അതിനെ രക്ഷപ്പെടുത്തി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിലാണ് ഈ കാഴ്ച.